എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ദക്ഷിണേന്ത്യയിലെ തന്നെ പ്രശസ്തമായൊരു തീർത്ഥാടന കേന്ദ്രമാണ് അർത്തുങ്കൽ സെൻറ്റ് ആൻഡ്രൂസ് ബസിലിക്ക. അന്ത്രയോസ് ശ്ലീഹായുടെ നാമധേയത്തിലുള്ള ദേവാലയമാണെങ്കിൽ കൂടിയും അർത്തുങ്കലിന് പ്രശസ്തി നേടിക്കൊടുത്തത് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാളാണ്. ബസിലിക്കയുടെ ചരിത്രം പറയുന്നത് 16-ാം നൂറ്റാണ്ടിൽ കേരളത്തിൻ്റെ പ്രാധാന്യമുള്ള സ്ഥലങ്ങളിൽ ഒന്നായ മൂത്തേടത്ത് രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു അർത്തുങ്കൽ. ഈ പ്രദേശം അന്നൊരു പ്രധാന വ്യാവസായിക കേന്ദ്രമായിരുന്നു. വാസ്കോഡ ഗാമയുടെ ആഗമനത്തെ തുടർന്ന് പോർച്ചുഗീസ് മിഷണറിമാർ കേരളത്തിലെത്തുകയും അവർ മൂത്തേടത്ത് സന്ദർശിക്കുകയും ചെയ്തിരുന്നു. 1579 ഗോവയിൽ നിന്നുള്ള ജെസ്യൂട്ട് മിഷണറിമാർ തങ്ങളുടെ ദൗത്യം ആരംഭിക്കുകയും ടെക്സീറ, കൊച്ചിയിൽ നിന്ന് കൊല്ലത്തേക്കുള്ള യാത്രാമധ്യേ അർത്തുങ്കൽ സന്ദർശിക്കുകയും 1581 ഫാദർ ഗാസ്പർ പയസിനെ അർത്തുങ്കലിലെ ജനങ്ങളുടെ ആത്മീയ സേവനങ്ങൾക്കായി നിയമിക്കുവാൻ ക്രമീകരിക്കുകയും ചെയ്തു. മിഷണറിമാരുടെ പ്രവർത്തനങ്ങളും അവരിൽ നിന്ന് ലഭിച്ച സഹായങ്ങളും കണക്കിലെടുത്ത് 1581 കൊച്ചി രാജാവ് വീരകേരളവർമ്മ മരത്തിൽ ഒരു പള്ളി പണിയാൻ അനുവാദം നൽകി. 1584 രണ്ടാം വികാരിയായ ഫാദർ ജാക്കോമോ ഫെനീഷ്യോ എസ്റ്റയുടെ നേതൃത്വത്തിൽ രാജാവിൻ്റെ അനുമതിയോടെ കല്ലും ചുണ്ണാമ്പും കൊണ്ട് പള്ളി പുതുക്കി പണിയുവാൻ ആരംഭിച്ചു. 7 വർഷങ്ങൾ കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കി. ജനങ്ങളും ഭരണാധികാരികളും അദ്ദേഹത്തെ വളരെയധികം സ്നേഹിക്കുകയും വിശുദ്ധനായി കണക്കാക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. യൂറോപ്യൻ പുരോഹിതനായ ഫാദർ ഫെനീഷ്യോയെ ഭരണാധികാരികളും ജനങ്ങളും വെളുത്തച്ഛൻ എന്ന് വിളിച്ചു. പിന്നീട് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ പ്രശസ്തമായ നാമമായി ഇത് മാറുകയായിരുന്നു. 1632 അന്തരിച്ച ഫാദർ ജാക്കോമോ ഫെനീഷ്യയുടെ ഭൗതിക ശരീരം പള്ളിക്കുള്ളിൽ അടക്കം ചെയ്തു. പഴയ പള്ളിയുടെ അൾത്താരയ്ക്ക് സമീപം ഇപ്പോഴും ശവകുടീരം സംരക്ഷിക്കപ്പെടുന്നു. പോർച്ചുഗീസ് വാസ്തുവിദ്യയുടെ മികവും ശില്പകലയുടെ മനോഹാരിതയും നമുക്ക് ഈ ദേവാലയത്തിൽ ദർശിക്കാവുന്നതാണ്. മനോഹരമായ അൾത്താരയും ഉച്ചഭാഷിണി ഇല്ലായിരുന്ന സമയത്ത് വിശ്വാസികളെ അഭിസംബോധന ചെയ്ത് ബൈബിൾ വായിക്കുവാനും പ്രസംഗിക്കാനുമൊക്കെ ഉപയോഗിച്ചിരുന്ന പ്രസംഗപീഠവും കുമ്പസാരക്കൂടുമൊക്കെ തന്നെ പഴയ കാലഘട്ടത്തിൻ്റെ ചരിത്രം നമ്മോട് പറയുന്നു. അർത്തുങ്കൽ പള്ളിയുടെ മറ്റൊരു പ്രധാന ആകർഷണമായ മണി അതും സംരക്ഷിച്ചു പോരുന്നു. വിശുദ്ധ ചാവറയച്ചൻ വൈദിക പട്ടം നേടിയ ചടങ്ങ് നടന്നു എന്ന ഒരു സവിശേഷത കൂടി അർത്തുങ്കൽ പള്ളിക്കുണ്ട്. ഫാദർ ഫെനീഷ്യോയ്ക്ക് ശേഷം ഫാദർ ഫൊൻസാക്കോ 1640 പടിഞ്ഞാറോട്ട് ദർശനമായ പള്ളി പുനർനിർമ്മിച്ചു. അദ്ദേഹത്തിൻ്റെ കാലത്ത് വടക്കൻ ഇറ്റലിയിലെ മിലാൻ നഗരത്തിൽ നിന്ന് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ അത്ഭുത തിരുസ്വരൂപം എത്തിയത്. ലോകത്ത് പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ചിരുന്ന ഈ കാലഘട്ടത്തിൽ അവയിൽ നിന്നും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മധ്യസ്ഥതയിൽ രോഗശാന്തി ലഭിച്ചു തുടങ്ങിയ വിശ്വാസികൾ അദ്ദേഹത്തിൻ്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് ഒരു പായ്ക്കപ്പലിലൂടെ ലോകം മുഴുവൻ സഞ്ചരിച്ചുകൊണ്ടിരുന്നു. അർത്തുങ്കൽ കടപ്പുറത്തു നിന്നും മുന്നോട്ട് നീങ്ങാതിരുന്ന പായ്ക്കപ്പൽ ഒടുവിൽ അതിലുണ്ടായിരുന്ന വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുസ്വരൂപത്തെ അർത്തുങ്കൽ തീരത്തേക്കെത്തിച്ചു. ആ തിരുസ്വരൂപമാണ് ഇന്ന് പുതുക്കിപ്പണിത അർത്തുങ്കൽ പള്ളിയിലുള്ളത്. കരിങ്കല്ലിൽ തീർത്ത കമനീയമായൊരു യൂറോപ്യൻ നിർമ്മിതി കൂടിയാണിത്. പള്ളിയുടെ ദീർഘകാല ചരിത്ര പ്രാധാന്യം കണക്കിലെടുത്ത് 2010 ജൂലൈ 9 ഈ പള്ളിയെ ബസിലിക്കയായി ഉയർത്തി. ആലപ്പുഴ രൂപതയിലുള്ള ആദ്യത്തെ മൈനർ ബസിലിക്കയാണിത്. എല്ലാ വർഷവും ജനുവരി 10 ആരംഭിക്കുന്ന ചരിത്രപ്രസിദ്ധമായ അർത്തുങ്കൽ തിരുനാൾ മകരം തിരുനാളെന്നും അറിയപ്പെടുന്നു. അർത്തുങ്കൽ പെരുന്നാളിന് വിശ്വാസികൾ കടൽ തീരത്തു നിന്നും പള്ളി വരെ മുട്ടിലിഴഞ്ഞ് വിശുദ്ധ സെബസ്ത്യാനോസിനോടുള്ള കൃതജ്ഞത കാണിക്കുന്നു. ഉരുളു നേർച്ചയും ഇവിടുത്തെ മറ്റൊരു വഴിപാടാണ്. ശബരിമല ദർശനം കഴിഞ്ഞെത്തുന്ന ഈ ഭാഗത്തുള്ള അയ്യപ്പ ഭക്തർ
അർത്തുങ്കൽ പള്ളിയിൽ വെളുത്തച്ഛൻ്റെ സവിധത്തിലെത്തി നേർച്ചകൾ സമർപ്പിച്ച് മാലയൂരുന്ന ഒരു പതിവും ഇവിടെയുണ്ട്. ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രം സംരക്ഷിക്കപ്പെടുന്നു എന്ന ചാരിതാർത്ഥ്യത്തോടു കൂടി ഇന്നത്തെ നമ്മുടെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.